ജമ്മു കശ്മീരിലെ പെഹൽഗാമിൽ ബൈസറിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 28 പേരാണ് കൊല്ലപ്പെട്ടുള്ളത്. മരണസംഖ്യ ഒരുപക്ഷെ ഇനിയും ഉയർന്നേക്കാം. 12ഓളം പേർ പരിക്ക് പറ്റി ഗവൺമെന്റ് അനന്തനാഗിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഒരു മലയാളിക്കും ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനാണ് മരിച്ചത്. ഇദ്ദേഹത്തെ കൂടാതെ രാജസ്ഥാൻ, തമിഴ്നാട്, കർണാടക, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളാണ് ഭീകരാക്രമണത്തിന് ഇരകളായത്. ട്രക്കിംഗ് മേഖലയിലേക്ക് പോയവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ വരുന്നത്, ജമ്മു കശ്മീരിൽ നാളെ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ജമ്മു കശ്മീരിൽ നാഷണൽ കോൺഫറൻസ് ആണ് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അർജുൻ പീതാംബരനുണ്ട് വിവരങ്ങളുമായി. അർജുൻ, നേരത്തെ തന്നെ വലിയ പ്രതിഷേധം പ്രദേശവാസികളുടെയൊക്കെ ഭാഗത്തു നിന്ന് കണ്ടിരുന്നു. നമ്മൾ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ബന്ദിലേക്ക് നീങ്ങുകയാണ്. അതെ, നേരത്തെ ഇന്ന് രാത്രി മെഴുകുതിരി കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ ഈ ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പഹൽഗാമിൽ ഉടനീളം നടന്നിരുന്നു. ഇപ്പോൾ ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ്, അവിടുത്തെ ഭരണത്തിലിരിക്കുന്ന കക്ഷി കൂടിയാണ്, അവരാണ് ആദ്യമായി തന്നെ ഔദ്യോഗികമായി നാളെ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒമർ അബ്ദുള്ളയും ഫറൂഖ് അബ്ദുള്ളയും പറഞ്ഞതനുസരിച്ചാണ് നാളെ ഇത്തരത്തിൽ ബന്ദ് നടത്താൻ വേണ്ടി ഒരു ആഹ്വാനം നടത്തുന്നത്, തീരുമാനം നടത്തുന്നത്. ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസിന് പുറമെ ചില സാമുദായിക സംഘടനകളും അതുപോലെ തന്നെ ചില ട്രേഡ് യൂണിയനുകളും പെഹൽഗാമിലും ജമ്മു കാശ്മീരിലും ബന്ദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് അതിൽ ആളുകൾ പൂർണ്ണ പിന്തുണ നൽകണം എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് അറിയിച്ചിരിക്കുകയാണ്. അതേ ഘട്ടത്തിൽ ഈ രക്ഷപ്പെട്ടു പോയ ഭീകരരെ പിടികൂടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അത് വളരെ വലിയ തോതിൽ തന്നെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പെഹൽഗാമിന് പുറത്തേക്കും മറ്റിടങ്ങളിലേക്കും ബാരാമുള്ള, സോപ്പോർ പോലെയുള്ള മറ്റ് പ്രദേശങ്ങളിലേക്കും വലിയ തോതിൽ ഇപ്പോൾ സൈന്യത്തിന്റെയും അതുപോലെ ജമ്മു കാശ്മീർ പോലീസിന്റെയും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങളെല്ലാം തന്നെ പരിശോധിച്ച ശേഷം മാത്രമാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. കശ്മീരിന് പുറത്തേക്കും ഇതേ രീതിയിൽ തന്നെ വലിയ തോതിൽ ജാഗ്രതയും അതുപോലെ തന്നെ തിരച്ചിലും അന്വേഷണവും എല്ലാം രാജ്യതലസ്ഥാനത്തായാലും മുംബൈയിലായാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് തന്നെയാണ് ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് നാളെ ജമ്മു കാശ്മീരിൽ ഒരു ബന്ദിന് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്.